നമസ്കാരം. ആണവോർജത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുതകുന്ന വജ്രശോഭയുള്ള ഒരു കണ്ടുപിടുത്തത്തെ സംബന്ധിച്ച വാർത്ത UK-യിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 5700 വർഷം ആയുർദൈർഘ്യമുള്ള ലോകത്തിലെ ആദ്യ ആണവോർജ ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ബ്രിസ്റ്റോൾ സർവകലാശാലയിലെയും UK അറ്റോമിക് എനർജി അതോറിറ്റി അഥവാ UKAEAയിലെയും ശാസ്ത്രജ്ഞർ. കാർബൺ 14 ഡയമണ്ട് ബാറ്ററി എന്ന ഈ വിപ്ലവകരമായ ഊർജ സ്രോതസ്സിന് ആയിരക്കണക്കിന് വർഷങ്ങളോളം ഉപകരണങ്ങൾ പവർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ വിപുലമായ ആപ്ലിക്കേഷനുകൾക്ക് സുസ്ഥിരവും കാര്യക്ഷമവുമായ പരിഹാരം ഇത് വാഗ്ദാനം ചെയ്യുന്നു. കാർബൺ 14 ഡയമണ്ട് ബാറ്ററി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് റേഡിയോ കാർബൺ ഡേറ്റിംഗിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ കാർബൺ 14ന്റെ റേഡിയോ ആക്റ്റീവ് ക്ഷയത്തെ സ്വാധീനിക്കുന്നു. ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തുക്കളിലൊന്നായ വജ്രത്തിൽ പൊതിഞ്ഞ ഈ ബാറ്ററി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സുരക്ഷിതമായി റേഡിയേഷൻ പിടിച്ചെടുക്കുന്നു. കാർബൺ 14 ഹ്രസ്വദൂര വികിരണമാണ് പുറപ്പെടുവിക്കുന്നത്. ഇത് ഇതിന്റെ ഡയമണ്ട് കേസിംഗ് ആഗീകരണം ചെയ്യുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അങ്ങനെ സുരക്ഷയും ഉറപ്പാകുന്നു. ഈ ബാറ്ററി സോളാർ പാനലുകൾക്ക് സമാനമായാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നതിനു പകരം റേഡിയോ ആക്റ്റീവ് ക്ഷയത്തിൽ നിന്ന് അതിവേഗം ചലിക്കുന്ന ഇലക്ട്രോണുകളാണ് വൈദ്യുതി ഉൽപാദനത്തിനായി ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് നീണ്ടു നിൽക്കുന്ന വിശ്വസനീയമായ ഒരു ഊർജ സ്രോതസ്സാണ്. ഒപ്പം ആകർഷകമായ ആയുസ്സും ഈ പുതു ബാറ്ററിയുടെ പ്രത്യേകതയാണ്. കാർബൺ 14ന് 5700 വർഷത്തെ അർദ്ധായുസ് ഉള്ളതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഈ ബാറ്ററി അതിന്റെ പകുതി ശക്തി നിലനിർത്തും. UKAEAയിലെ ട്രിറ്റിയം ഫ്യൂവൽ സൈക്കിൾ ഡയറക്ടർ സാറ ക്ലാർക്ക് ഈ നവീകരണ കണ്ടെത്തലിന്റെ സുസ്ഥിരതയും സുരക്ഷയും ഊന്നി പറയുന്നു. ഡയമണ്ട് ബാറ്ററികൾ തുടർച്ചയായ മൈക്രോവാട്ട് ലെവൽ പവർ നൽകുന്നതിന് സുരക്ഷിതവും സുസ്ഥിരവുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു. ചെറിയ അളവിലുള്ള കാർബൺ 14 സുരക്ഷിതമായി പൊതിയാൻ നിർമ്മിച്ച വജ്രം ഉപയോഗിക്കുന്ന വളർന്നു വരുന്ന സാങ്കേതിക വിദ്യയാണ്. കാർബൺ 14 ബാറ്ററികൾക്ക് വൈദ്യശാസ്ത്രത്തിൽ മുതൽ ബഹിരാകാശത്തും അതിനപ്പുറവും ബഹുമുഖ പ്രയോഗങ്ങൾക്കായി വിനിയോഗപ്പെടുത്താൻ സാധിക്കും. കാർബൺ 14 ഡയമണ്ട് ബാറ്ററികളുടെ ഏറ്റവും മികച്ച വശങ്ങളിലൊന്ന് അവയുടെ വൈവിധ്യമാണ്. പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ അപ്രായോഗികമായ വിവിധ പരിതസ്ഥിതികളിലും ഉപകരണങ്ങളിലും ഈ ബാറ്ററികൾ ഉപയോഗിക്കാൻ കഴിയും. പേസ് മേക്കറുകൾ, ശ്രവണ സഹായികൾ, നേത്ര ഉപകരണങ്ങൾ തുടങ്ങിയ ഇമ്പാക്റ്റുകൾക്ക് ശക്തി പകരുന്നതിലൂടെ ബയോ കമ്പാറ്റബിൾ ഡയമണ്ട് ബാറ്ററിക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. പതിവായി മാറ്റി സ്ഥാപിക്കേണ്ട പരമ്പരാഗത ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി ഡയമണ്ട് ബാറ്ററി ദശാബ്ദങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. ഇത് രോഗിയുടെ അസ്വസ്ഥതകളും ശസ്ത്രക്രിയാ അപകടങ്ങളും കുറയ്ക്കുന്നു. മാത്രവുമല്ല, ഈ ബാറ്ററികൾ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഭൂമിയിൽ നിന്നും വിദൂരമായ സ്ഥാനങ്ങൾക്കും ഏറെ അനുയോജ്യമാണ്. ഇവയ്ക്ക് ബഹിരാകാശ പേടകങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവ കൂടാതെ റേഡിയോ ഫ്രീക്വൻസി ടാഗുകൾ പോലും പതിറ്റാണ്ടുകളായി പവർ ചെയ്യാനും ചെലവ് കുറയ്ക്കാനും അങ്ങനെ അവയുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഞങ്ങളുടെ മൈക്രോ പവർ സാങ്കേതിക വിദ്യയ്ക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യകളും സുരക്ഷാ ഉപകരണങ്ങളും മുതൽ മെഡിക്കൽ ഇംപ്ലാന്റുകൾ വരെയുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ കളുടെ മുഴുവൻ ശ്രേണിയെയും പിന്തുണയ്ക്കാൻ കഴിയും. വ്യവസായത്തിലെയും ഗവേഷണത്തിലെയും പങ്കാളികളുമായി ഈ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഞങ്ങൾ ആവേശഭരിതരാണ്. കാർബൺ 14 ഡയമണ്ട് ബാറ്ററിയുടെ സാധ്യതകൾ എടുത്തുകാണിച്ച് ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ പ്രൊഫസർ ടോം സ്കോട്ട് പറഞ്ഞ വാക്കുകളാണിവ. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറുകളുടെ ഉപോൽപ്പന്നമായ ഗ്രാഫൈറ്റ് ബ്ലോക്കുകളിൽ നിന്നാണ് ഈ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന കാർബൺ 14 വേർതിരിച്ചെടുക്കുന്നത്. UK-യിൽ മാത്രം ഏകദേശം 95,000 ടൺ ഗ്രാഫൈറ്റ് ബ്ലോക്കുകളാണുള്ളത്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പുനർനിർമ്മിക്കുന്നതിലൂടെ ആണവ മാലിന്യങ്ങൾ കുറയുന്നു. അങ്ങനെ ഈ സാങ്കേതിക വിദ്യ മൂല്യവത്തായ ഊർജ സ്രോതസ് സൃഷ്ടിക്കുന്നു. ഈ ഡയമണ്ട് ഘടന വളർത്തുന്നതിന് UKAEAയുടെയും ബ്രിസ്റ്റോൾ സർവകലാശാലയുടെയും സഹകരണ സംഘം വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ഉപകരണമായ പ്ലാസ്മ ഡിപ്പോസിഷൻ റിംഗും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. ഇത് റേഡിയോ ആക്റ്റീവ് മാലിന്യത്തിന് ഒരു പ്രായോഗിക ഉപയോഗം മാത്രമല്ല, സുരക്ഷിതമായ ഈ സംഭരണ ബാറ്ററിയുടെ വിലയും വെല്ലുവിളികളും കുറയ്ക്കുകയും ചെയ്യുന്നു. കാർബൺ 14 ഡയമണ്ട് ബാറ്ററി ഒരു സാങ്കേതിക അത്ഭുതം മാത്രമല്ല, സുരക്ഷിതമായ ഊർജ പരിഹാരം കൂടിയാണ്. അതിന്റെ ഹ്രസ്വദൂര വികിരണം ഡയമണ്ട് കേസിംഗ് പൂർണ്ണമായും ആഗീകരണം ചെയ്യുന്നു. അതിനാൽ തന്നെ ദോഷകരമായ ഉദ്വമനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ ഇവ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ പോലും സുരക്ഷിതമായ പുനരുപയോഗത്തിനായി ബാറ്ററി നിർമ്മാതാവിന് തിരികെ നൽകാനും കഴിയും. ഫ്യൂഷൻ ഗവേഷണ വൈദഗ്ധ്യവും നൂതന എഞ്ചിനീയറിംഗും സംയോജിപ്പിച്ച് ഈ തകർപ്പൻ വികസനം ഊർജത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മെഡിക്കൽ ഉപകരണങ്ങളോ ബഹിരാകാശ വാഹനങ്ങളോ റിമോട്ട്
സെൻസറുകളും പവർ ചെയ്യാൻ കഴിയുമെന്നതിനാൽ കാർബൺ-14 ഡയമണ്ട് ബാറ്ററികൾ സുസ്ഥിരവും കാര്യക്ഷമവുമായ ഭാവിയിലേക്കുള്ള ഒരു നേർക്കാഴ്ചയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ കണ്ടെത്തൽ ആണവോർജ സാധ്യതകൾ വിനിയോഗപ്പെടുത്തുന്നതിന് ലോകത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.